നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം നമ്മൾ യേശുവിന് വിട്ടുകൊടുക്കുന്നില്ല. ഇതെല്ലാം എൻ്റേതാണ്. ഇതാ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് ആ ഗോതമ്പപ്പം, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് നമ്മളും. എന്നാൽ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്? ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച നമ്മൾ ഈശോൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈശോ തന്നെയായി മാറണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ആ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് നമ്മൾ പറയുന്നത് അതൊരു അടയാളമാണ്.